ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ PCBക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. IPL പോലെ തന്നെ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് അവിടെ നടക്കുകയായിരുന്നു. ഈ ടൂർണമെന്റ് ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കുറച്ചു ദിവസത്തേക്ക് റദ്ദാക്കിയിരിക്കുകയാണ്. പഹൽഗ്രാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഒരു ഇന്ത്യൻ ഡ്രോൺ റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിനടുത്ത് വീണിരുന്നു. അതിനെ തുടർന്ന് മത്സരമൊക്കെ റദ്ദാക്കിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിനിടെ നടന്ന ഈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മാറ്റിവെക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിക്കുകയായിരുന്നു. PSL UAE മാറ്റാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയായിരുന്നു. പാകിസ്ഥാൻ സൂപ്പർ ലീഗിന്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ UAE മാറ്റാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തയ്യാറെടുക്കുകയായിരുന്നു. അതേസമയം ലീഗ് പുനരാരംഭിക്കുമെന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ എല്ലാ പാകിസ്ഥാൻ ക്രിക്കറ്റ് ആരാധകരും വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ UAE ക്രിക്കറ്റ് ബോർഡ് തങ്ങളുടെ മൈതാനം പാകിസ്ഥാൻ സൂപ്പർ ലീഗ് നടത്താൻ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചതായി വാർത്തകളും പുറത്തുവരുന്നുണ്ട്. BCCI കാരണമാണ് UAE ക്രിക്കറ്റ് ബോർഡ് ഈ തീരുമാനം എടുത്തതെന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പാകിസ്ഥാൻ ആരാധകരൊക്കെ പറയുന്നുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് UAE ക്രിക്കറ്റ് ബോർഡിനോട് ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി പാകിസ്ഥാൻ സൂപ്പർ ലീഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് UAE സംഘടിപ്പിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കത്തിനും സംഘർഷങ്ങൾക്കിടയിലും UAE നിഷ്പക്ഷത പാലിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി UAE ഇന്ത്യയോട് കുറച്ച് ചായ്വ് കാണിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കളിക്കാൻ പോയ വിദേശ താരങ്ങളൊക്കെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. പാകിസ്ഥാനിലെ എല്ലാ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാനത്താവളങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. ഇതുമൂലം ഒരു പൗരനും ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു പോകാൻ കഴിയുന്നില്ല. അതേസമയം പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കളിക്കാൻ പോയ ചില വിദേശ കളിക്കാർ പാകിസ്ഥാൻ വിടാൻ ആഗ്രഹിക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടതിനാൽ ഈ കളിക്കാർക്ക് എവിടേക്കും പോകാൻ കഴിയുന്നില്ല. ഡേവിഡ് വാർണർ, കെയ്ൻ വില്യംസൺ, ജേസൺ ഹോൾഡർ, സാം ബില്ലിങ്സ് തുടങ്ങിയ മികച്ച കളിക്കാർ ഇപ്പോൾ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കളിക്കുന്നുണ്ട്. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.